തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. എല്ലാവർക്കും നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ കാലഘട്ടമാണ് വിദ്യാലയ ജീവിതം. ധാർമ്മിക മൂല്യങ്ങളും അടിസ്ഥാന മര്യാദകളും ഒക്കെ നമുക്ക് പകർന്നു നൽകുന്നത് വിദ്യാലയങ്ങളാണ്. ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഏറ്റവും മികച്ച പണിപ്പുരകളാണ് ഓരോ വിദ്യാലയങ്ങളും. അറിവിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളായ അക്ഷരങ്ങൾ വിജ്ഞാനത്തിന്റെ വാതായനങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. കാലത്തിന്റെയും ദേശത്തിന്റെയും മാറി മാറി വരുന്ന അഭിരുചികൾക്കും അവബോധങ്ങൾക്കും അനുസരിച്ച് നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസം വളരുന്നത്. പരമ്പരാഗതമായ പഠന രീതികൾക്കപ്പുറം കുട്ടികളെ വിവിധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം എന്നത് അനുഭവേദ്യമാകുന്ന ഒരു രീതിയാണ് മനാലി പബ്ലിക് സ്കൂൾ അനുവർത്തിച്ചു വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് അറിവും ആസ്വാദ്യതയും ഒരുപോലെ പകർന്നു നൽകുന്നവയാണ് സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികൾ. പാഠ്യപദ്ധതിയുടെ അതിർവരമ്പുകൾക്കപ്പുറം കുട്ടികളിൽ മൂല്യബോധവും ലാളിത്യവും സേവന സന്നദ്ധതയും നേതൃപാഠവും വളർത്താൻ അവസരമൊരുക്കുന്ന പദ്ധതിയാണ് സ്റ്റുഡൻസ് ട്രോമ റിലീഫ് വിംഗ് അഥവാ STRW. ഇതിലൂടെ കുട്ടികളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി വളർത്തിയെടുക്കുകയും കരുതലും ഉത്തരവാദിത്വവുമുള്ള പൗരന്മാരായി സജ്ജീകരിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ നൈസർഗികമായ സർഗവാസനകളെ പരിപോഷിപ്പിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ആർട്സ് കഫേ നറിഷിംഗ് നോവൽറ്റി. കുട്ടികൾക്ക് അവരുടെ അഭിരുചികൾക്കനുസരിച്ച് കഴിവുകൾ പ്രകടമാക്കാനും അതിലൂടെ അതിരുകളില്ലാത്ത സാധ്യതകളുടെ ലോകത്തേക്കുള്ള വാതായനം തുറന്നിടുകയുമാണ്. ഭാഷ എന്നത് ആശയവിനിമയ ഉപാധി എന്നതിനപ്പുറം ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ്. ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. മനാനിയ പബ്ലിക് സ്കൂളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാനും അതിൽ പ്രാവീണ്യം നേടാനുമായി ഇംഗ്ലീഷ് റീൽസ്, ഇംഗ്ലീഷ് തിയേറ്റർ, ആക്സന്റ് ഇംഗ്ലീഷ് ഡ്രൈവ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടത്തിവരുന്നു. ആധുനിക കാലഘട്ടത്തിൽ ചലനാത്മകമായി കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് അറിവുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത് പ്രാപ്തമാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം പത്രവായനയാണ്. ഇത് കുട്ടികളിൽ വായനാശീലം വളർത്തുകയും അതിലൂടെ പൊതുവിജ്ഞാനം ആർജിക്കുകയും ചെയ്യുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെയും സ്രോതസ്സുകളിലൂടെയും കാലാകാലങ്ങളിൽ പൊതുവിജ്ഞാനം സമാഹരിക്കപ്പെടേണ്ടതുണ്ട്. മനാനിയ പബ്ലിക് സ്കൂളിൽ നടത്തിവരുന്ന ന്യൂസ് ഹണ്ട് എന്ന ക്വിസ് പ്രോഗ്രാം കുട്ടികൾക്ക് ഇതിനുള്ള മികച്ച അവസരം ഒരുക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം വേണ്ടത് കുട്ടികൾക്കാണ്. അറിവും കഴിവും ഒരുപോലെ കൂട്ടിച്ചേർത്ത് കുട്ടികളെ മാനസികവും ശാരീരികവുമായി സജ്ജരാക്കി പ്രതിരോധിക്കാനുള്ള ശേഷി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മനാനി പബ്ലിക് സ്കൂളിൽ നടപ്പിലാക്കിയ ഒരു സ്വയം പ്രതിരോധ മാർഗമാണ് കരാട്ടെ പരിശീലനം. അതിനു പുറമെ സ്കൂളിൽ നടത്തുന്ന അബാക്കസ് ലേണിംഗ് പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് ഗണിതശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടാനുള്ള മികച്ച അവസരം ലഭിക്കുന്നു. മനാനി പബ്ലിക് സ്കൂളിന്റെ കിൻഡർ ഗാർഡൻ സെക്ഷനാണ് ടൈനി ടോട്സ്. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ സ്നേഹോഷ്മളമായ ഒരു ഗൃഹാന്തരീക്ഷമാണ് ഒരുക്കിയിരിക്കുന്നത്. വിശാലവും വൈവിധ്യവും സംവേദനാത്മകവുമായ ഒരു പാഠ്യപദ്ധതിയാണ് കുരുന്നുകൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല അധ്യാപകരിലൂടെ നല്ല സമൂഹവും നല്ല രാജ്യവും സൃഷ്ടിക്കപ്പെടും. മനാനിയ പബ്ലിക് സ്കൂളിൽ ഓരോ വിഭാഗത്തിലും പരിചയസമ്പന്നരായ മികച്ച അധ്യാപകരാണ് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നത്. സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നെടുംതൂണായി വർത്തിക്കുന്നത് അവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റി തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. അതുപോലെ തന്നെ മറ്റെങ്ങും കാണാനാകാത്ത വിധം അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഏറെ ഊഷ്മളമാണിവിടെ. തികച്ചും സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണിവിടെ നിലനിൽക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനുമുള്ള യാത്രയാണ് ജീവിതം. കുട്ടികൾക്കത് സ്വപ്ന സാഫല്യത്തിലേക്കുള്ള സഞ്ചാരമാണ്. ഇതിനുള്ള മികച്ച അവസരമാണ് മനാനിയ പബ്ലിക് സ്കൂൾ ഒരുക്കുന്നത്. കുഞ്ഞു മനസ്സുകൾ പുതിയ ചിന്തകളും സ്വപ്നങ്ങളുമായി ചിറക് വിരിച്ച് പറന്നുയരട്ടെ. ഒപ്പം ഒരുമയുടെ സ്നേഹലോകം തീർത്ത് കുഞ്ഞു മനസ്സുകളിൽ നന്മയുടെ തിരിതെളിക്കാം. എല്ലാവർക്കും മനാനിയ പബ്ലിക് സ്കൂളിന്റെ ഭാവുകങ്ങൾ. നന്ദി.